നമസ്കാരം. ഭാരതത്തിന്റെ പ്രതിരോധ സന്നാഹങ്ങളിൽ വിപ്ലവകരമായ ഒരു മുന്നേറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ രണ്ടാം പ്രഹരശേഷി ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് നാലാമത്തെ ആണവായുധം വഹിക്കാൻ സാധിക്കുന്ന അന്തർവാഹിനി അഥവാ SSBN ആയ S4 അതിൻ്റെ സമുദ്ര പരീക്ഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് ഈ അന്തർവാഹിനിയുടെ പ്രത്യേകതകളെന്നും ഇത് ഇന്ത്യക്ക് നൽകുന്ന കരുത്ത് എന്താണെന്നും നമുക്ക് നോക്കാം. ഇന്ത്യയുടെ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളിലെ നാലാമത്തെ കരുത്തനാണ് S4. ഇതിനു മുൻപുള്ള INS അരിഹന്ത്, INS അരിഗഡ് എന്നിവയേക്കാൾ വലുപ്പത്തിലും ആയുധ ശേഷിയിലും ഒരു പടി മുന്നിലാണ് ഈ പുതിയ അന്തർവാഹിനി. മുമ്പത്തെ അന്തർവാഹിനികൾക്ക് 750 കിലോമീറ്റർ പരിധിയുള്ള മിസൈലുകൾ വഹിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ എങ്കിൽ S4-ന് K4 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. 3500 കിലോമീറ്റർ അകലെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ കടലിനടിയിൽ നിന്ന് കൃത്യമായി തകർക്കാൻ ഇതിലൂടെ ഇന്ത്യക്ക് കഴിയും. മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ മുങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന അത്യാധുനിക ആണവ റിയാക്ടറാണ് ഇതിൻ്റെ ഹൃദയം. ശത്രുക്കളുടെ റഡാറിൽ പെടാതെ കടലിൻ്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. എന്തുകൊണ്ടാണ് S4 ഇന്ത്യക്ക് ഇത്ര പ്രധാനമാകുന്നത്? ഇന്ത്യയുടെ ആണവ നയമനുസരിച്ച് നമ്മൾ ഒരിക്കലും ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല. എന്നാൽ ഒരു രാജ്യം നമ്മളെ ആക്രമിച്ചാൽ കരയിലെയും വിമാനത്തിലെയും വിക്ഷേപണ തറകൾ തകർക്കപ്പെട്ടാലും കടലിനടിയിൽ സുരക്ഷിതമായിരിക്കുന്ന ഈ അന്തർവാഹിനികൾ ഉപയോഗിച്ച് ശത്രുവിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് സാധിക്കും. ഇതിനെയാണ് ന്യൂക്ലിയർ ട്രയാഡ് എന്ന് വിളിക്കുന്നത്. പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന ഭീഷണികൾക്ക് മറുപടി നൽകാൻ 80% തദ്ദേശീയമായി നിർമ്മിച്ച ഈ അന്തർവാഹിനി ഇന്ത്യയെ സഹായിക്കും. വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിൽ നിന്ന് പുറത്തിറങ്ങിയ S4 നിലവിൽ ആഴക്കടലിലെ പരീക്ഷണങ്ങളിലാണ്. ആയുധങ്ങളുടെ കൃത്യതയും വേഗതയും ഉറപ്പുവരുത്തിയ ശേഷം ഇത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ നാവികസേനകളിൽ ഒന്നായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രയിലെ തിളക്കമാർന്ന അധ്യായമാണ് S4. ആത്മനിർഭർ ഭാരതിൻ്റെ കരുത്തിൽ സമുദ്രങ്ങൾ ഇനി ഭാരതത്തിന് സുരക്ഷിതമാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.